ഇന്നലെ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതായത് അനാമികയും ജലജയും കൂടിയിട്ട് കബോർഡിൽ നിന്നും ക്യാഷ് അടിച്ചു മാറ്റി നവ്യയുടെ കബോർഡിൽ കൊണ്ടുവെക്കുന്നുണ്ട്. ശേഷം അത് നയനെ അടുത്തേന്ന് അനാമികയും ജലജയും കൂടി പറയുന്നുണ്ട്. ഈ സമയത്ത് ആദർശും നയനയും കൂടിയിട്ട് അവളുടെ വീട്ടിൽ പോയിരിക്കായിരിക്കും കേട്ടോ. ഇതൊന്നും അറിയാതെ ഇതേ സമയത്ത് ഇവിടെ വലിയൊരു ഇഷ്യൂ ഉണ്ടാവുന്നുണ്ട്. ദേവേനെ ചോദിക്കുകയാണ് പണം എവിടെ, ഞാൻ ആ പണം കൊണ്ട് കബോർഡിൽ വെച്ചെന്നൊക്കെ പറയുമ്പോൾ അവൾ പറയുന്നുണ്ട്, അനാമിക പറയാണ് അത് നയന എടുത്തോണ്ട് പോകുന്നു ഞാൻ കണ്ടതാന്ന് പറയുന്നുണ്ട്. കാരണം ആ വീടിന്റെ താക്കോലൊക്കെ ദേവേന നയനയ്ക്ക് കൈമാറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പറയാണ് ഞാൻ കണ്ടതാ, അവൾ എന്തോ എടുത്തോണ്ട് പോകുന്നു ഞാൻ കണ്ടതാ എന്ന് പറയുമ്പോഴേക്കും നവ്യ ദേഷ്യപ്പെടുന്നുണ്ട്. ഇല്ല, നയന ഒരിക്കലും അങ്ങനൊന്നും ചെയ്യില്ല, അവള് കഷ്ടപ്പെട്ട് അധ്വാനിച്ച ഇത്രയും കാലവും ജീവിച്ചത്. ആദ്യശേട്ടൻ തന്നെ അവളുടെ കബോർഡിൽ ഇഷ്ടംപോലെ ക്യാഷ് വെച്ചിട്ടുണ്ട്, പിന്നെ ഇവിടുന്ന് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നും അതൊക്കെ ഇല്ല എന്ന് അവള് നവ്യ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്. മുത്തശ്ശിയും പറയുന്നുണ്ട്, അതെ അത് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്, നയന ഒരിക്കലും അത് എടുക്കാൻ പോകുന്നില്ല എന്ന് പറയാണ്. അങ്ങനെ അവർ പരസ്പരം രണ്ട് കൂട്ടരും വഴക്കുണ്ടാവുന്നുണ്ട്. അപ്പോഴേക്കും ജാനകി ചോദിക്കുന്നുണ്ട്, പിന്നെ എങ്ങനെയാ ക്യാഷ് പറന്നുപോയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നയന അവളുടെ വീട്ടിലേക്ക് പോയതാണ് എന്ന് ദേവേനി പറയുമ്പോൾ ജാനകി പറയാണ്, അതാ ഞാൻ പറഞ്ഞേ പണം എത്തേണ്ട സ്ഥലത്ത് കൃത്യമായിട്ട് എത്തിയിട്ടുണ്ടെന്ന് ജാനകി പറയുന്നുണ്ട്. ഇത്രയുമാണ് കഴിഞ്ഞിടയിൽ നമ്മൾ ചർച്ച ചെയ്തത്. അപ്പൊ അതിന്റെ ബാക്കിയായിട്ടുള്ള ഒരു സ്റ്റോറിയാണ് കേട്ടോ ഈ പറയുന്നത്. അത് കാണാത്തൊന്ന് കാണാണെങ്കിൽ മൊത്തം കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് കാണാൻ സാധിക്കും. അങ്ങനെ നയന ഇങ്ങനെ കാറിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുക്കാണ്. ആദർശ് ഇങ്ങനെ അകത്തേക്ക് കയറി വരുന്നുണ്ട്. ആ സമയത്ത് അവിടെ നിന്നുകൊണ്ട് ദേവയാനി ജലജയും അതുപോലെ തന്നെ നവ്യ സംസാരിക്കുന്നുണ്ട്. ജലജ ആകെപ്പാട് ടെൻഷൻ അടിച്ച് നിൽക്കാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാല് ജലജ നവ്യയുടെ മുറിയിൽ കൊണ്ട് ക്യാഷ് വെച്ചിരുന്നല്ലോ. അപ്പം ആ ക്യാഷ് ഇപ്പൊ ജലജ പോയി നോക്കിയിട്ട് കാണുന്നില്ല. ആ ക്യാഷ് പതിയെ അടിച്ചു മാറ്റുന്നായിരുന്നു ജലജയുടെ വിചാരം. പക്ഷെങ്കില് നമ്മുടെ നവ്യ അത് നേരത്തെ തന്നെ ക്യാഷ് കണ്ടു കേട്ടോ. അവിടുന്ന് നവ്യ ക്യാഷ് മാറ്റി. അങ്ങനെ പോയി നോക്കുമ്പോഴേക്കും ആ ക്യാഷ് കാണാതെ ആകെപ്പാടെ വെപ്രാളം പിടിച്ച് നടക്കാണ് ജലജ. എന്താ അമ്മായിമ്മേ ക്യാഷ് കണ്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും എന്താടി നീ അത് കണ്ടല്ലേ, ഞാൻ നീ കാണൽ നോത്ത് കൊണ്ട് വെച്ചതാ. എന്റെ അനിയത്തിനെ മനഃപൂർവ്വം കള്ളിയാക്കാൻ വേണ്ടിയല്ലേ ഞങ്ങൾ എന്നോട് ഈ പ്ലാനിങ് ഒക്കെ ചെയ്തത്. അനാമികനെ നവ്യ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അങ്ങനെ അനാമികയോട് ചോദിക്കാണ്, നിനക്ക് നാണമില്ലേ അനാമിക, വന്ന് കയറിയിട്ട് ഒരു മാസം പോലും ആയില്ലല്ലോ, അതിനു മുമ്പ് നീ തുടങ്ങിയോ? ക്യാഷ് കൊണ്ടേ താക്കോല് അവൾ അവളുടെ മുറിയിൽ വെച്ചിട്ടാ പോയത്, എനിക്കറിയാം. അവിടെ നിന്നും കബോർഡ് തുറന്ന് ക്യാഷ് അടിച്ചു മാറ്റി അതെന്റെ കബോർഡിൽ കൊണ്ട് വെച്ച് എന്നിട്ട് നിങ്ങൾ നയനെ കള്ളിയാണെന്നും പറഞ്ഞ് എല്ലാവരും മുമ്പിൽ പ്രസന്റ് ചെയ്തില്ലേ? ഇങ്ങനെയൊക്കെ എങ്ങനെ സാധിക്കുന്ന രണ്ടെണ്ണത്തിനും എന്തായാലും എന്റെ അമ്മായിമ്മയ്ക്ക് പറ്റിയൊരു കൂട്ടിനെ കിട്ടിയേക്കുന്നേ, ഈനാമ്പിച്ചിക്ക് മരപ്പട്ടി കൂട്ടുമെന്നും പറഞ്ഞിട്ട് നവ്യ പറയുന്നുണ്ട്. ജലജ എടീന്ന് പറയുമ്പം എന്താ എന്റെ മേലെ കൈ ഉയർത്തുന്നത്? ഞാനേ ഇപ്പൊ അകത്തേക്ക് പോയി പറഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്ന് അറിയാലോ. അതുകൊണ്ട് മിണ്ടാതിരുന്നു, നയനെ ഇങ്ങോട്ട് വരട്ടെ, എന്നിട്ട് ഈ കാര്യത്തിൽ ഞാൻ തീർപ്പുണ്ടാക്കുന്നുണ്ട്. അനാമിക നിന്റെ കാര്യത്തിലൂടെയാണ് ഞാൻ പറഞ്ഞത്, മര്യാദയ്ക്ക് അനിയുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കാനുള്ള വഴി നോക്ക്. ഇമാതിരി ഇവരുടെ കൂടി കുരുട്ടുപണികളെ ഒപ്പിക്കാനാണെങ്കിൽ ഇവിടെ അധികകാലം ഉണ്ടായിരിക്കില്ല എന്നും പറഞ്ഞിട്ട് നവ്യ അവിടുന്ന് കയറി പോകുന്നുണ്ട്. അനാമികയും ജലജയും തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന ആദർശിനെയാണ് കേട്ടോ. അങ്ങനെ അവരൊന്ന് ഷോക്കായി നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ ജലജയും അനാമികയും അകത്തോട്ട് കയറി പോകുന്നുണ്ട്, ആദർശിനോടൊന്നും മിണ്ടാതെ. ഈ സമയത്ത് നയനെ പുറകെ വന്നിട്ട് എന്താ ആദർശിട്ട് ഇവിടെ നിൽക്കുന്നത്, അത്യാവശ്യമായിട്ട് അമ്മയോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിൽക്കാണോ? നീ അകത്തേക്ക് കയറി വന്നേന്ന് പറഞ്ഞിട്ട് ആദർശ് നയനെ കൂട്ടി അകത്തേക്ക് കയറി പോകുന്നുണ്ട്. നീ മോളിലോട്ട് കയറിപ്പോക്കോ, സാധനമെല്ലാം മേളിട്ട് കൊണ്ട് വെക്കെന്ന് പറഞ്ഞിട്ട് നയനെ റൂമിലേക്ക് ആദർശ് പറഞ്ഞു വിടുന്നുണ്ട്. എല്ലാവരോടും വന്നേ എന്നും പറഞ്ഞിട്ട് ആദർശ് എല്ലാരും വിളിച്ചു കൂട്ടാണ്. അനാമിക ജലജ എല്ലാവരോടും വാ എന്നും പറഞ്ഞിട്ട് എല്ലാവരും വിളിച്ചു കൂട്ടുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അവിടെ വരുന്നുണ്ട് കേട്ടോ. എന്താ ആദർശ്, എന്താ കാര്യം ചോദിക്കാണോ മുത്തശ്ശൻ? കാര്യമൊക്കെ ഉണ്ട്. അല്ല മുത്തശ്ശ, നയനയാ ക്യാഷ് എടുത്തതെന്ന് പറഞ്ഞ ഉടനെ നിങ്ങൾ അങ്ങ് വിശ്വസിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താ മോനെ അങ്ങനെ ചോദിക്കുന്നത്? ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. അനാമിക കണ്ടെന്നാ പറയുന്നത് എന്ന് പറയുന്നുണ്ട്. അനാമിക നീ കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് ഇല്ല, അല്ല എന്തോ അങ്ങോട്ട് കൊണ്ടുപോകുന്ന കണ്ടെന്ന് പറഞ്ഞപ്പം അപ്പോഴേക്ക് ആദർശ് ചോദിക്കാണ്, എന്തോ കൊണ്ടുപോയതല്ലേ ഉള്ളൂ, അല്ലാതെ ക്യാഷ് ഒന്നും കൊണ്ടുപോയില്ലല്ലോ. ക്യാഷ് കൊണ്ടുപോയ എഴുത്തി ഇങ്ങനെയാണോ തിരിച്ച് കയറി വരുന്നത്, ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത്? അത്രയ്ക്കെങ്കിലും കോമൺ സെൻസോടെ നിങ്ങൾക്ക് ചിന്തിച്ചൂടെ? അവളെ ഇന്ന് വരെ ക്യാഷ് ഇവിടുന്ന് കൊണ്ടുപോയിട്ടില്ല. അത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവൾ ഡിസൈൻ ചെയ്ത് അധ്വാനിച്ച് വരച്ച് അതിന് പ്രതിഫലമായിട്ട് അവൾ വീട്ടിലേക്ക് പോകാറുള്ളൂ, അല്ലാതെ മോട്ടിച്ചുകൊണ്ടൊന്നും അവൾ ഇന്ന് വരെ പോയിട്ടില്ല. അവളുടെ കബോർഡിൽ ഞാൻ 5 ലക്ഷം രൂപയിലും കൂടുതൽ വെച്ചിട്ടുണ്ട്. എപ്പോ വേണമെങ്കിലും അവൾക്കടുത്ത് ചെലവാക്കാം. ഇന്ന് വരെ അതിന് 1 രൂപ പോലും എടുക്കാത്തവൾ അവള്. പിന്നെ ആരും കൂടുതൽ അവളെ പറയാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ആദർശ് ദേഷ്യപ്പെടുന്നുണ്ട്.
അപ്പോഴേക്കും അനാമിക അവിടെ ജലജയും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നു കേട്ടോ. നിങ്ങൾ ജലജയോട് ചോദിക്കുകയാണ്, അല്ലപ്പച്ചി ഞാനൊരു കാര്യം ചെയ്യട്ടെ, എന്തർത്ഥത്തില്ല എന്ന് നയന കള്ളിയാണ് നിങ്ങൾ പറഞ്ഞത്, നിങ്ങൾക്ക് പറയാൻ നാണമില്ലേ? അവൾ ഇന്നവരെ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ എന്തിനാവശ്യമില്ലാതെ അവളെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നേ എന്ന് ചോദിക്കുന്നുണ്ട് ജലജയും. അതുപോലെ തന്നെ അനാമികയും മിണ്ടാതെ അവിടെ നിൽക്കാണ് കേട്ടോ. ജാനകി പറയാണ്, അല്ലടാ അവള് കൊണ്ടുപോയെന്നല്ലേ പറഞ്ഞത്, അത് അനാമിക കണ്ടതുമാണല്ലോ. മിണ്ടരുത് അപ്പച്ചി, നിങ്ങളുടെ സ്വഭാവം ഇപ്പൊ ആകെ പാടെ മാറിപ്പോയി. ഞാൻ എന്റെ അമ്മയെ പോലെ എന്നെ സ്നേഹിച്ചവന്നാറാ നിങ്ങളും, പക്ഷെ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെയൊന്നും അല്ല ബിഹേവ് ചെയ്യുന്നേ. ആദ്യം നയനയോട് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആളാ നിങ്ങള്. അന്നത്തെ ആ നന്ദന പ്രശ്നം വന്നേ പിന്നെ നിങ്ങൾ ആകെ പാടെ മാറിപ്പോയി. ഇപ്പൊ നയനയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മോനെ എന്ന് പറയുമ്പോൾ മിണ്ടണ്ട എന്നും പറഞ്ഞിട്ട് എല്ലാവരും സൈലന്റ് ആക്കാണ് ആദർശ്. ഈ ബഹളമൊക്കെ കേട്ടുകൊണ്ട് മേളിൽ നിന്നും ഇറങ്ങി വന്നു കേട്ടോ നയന. അപ്പോഴേക്കും ആദർശ് അവിടെ തകർത്തുകൊണ്ടിരിക്കുകയായിരിക്കും. എന്നിട്ട് നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം മറച്ചു വെക്കുന്നതാ ഇവർക്ക് വളവാകുന്നത്. ഇനി ഒരു കാര്യം പോലും നിങ്ങൾ മറച്ചു വെക്കരുത്. ഇപ്പൊ തന്നെ നിങ്ങൾ എന്തിനാ പ്രശ്നമൊക്കെ തീർത്ത് അവസാനിപ്പിച്ചത്? എങ്ങനെയാ മോനെ നീ അറിഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ എങ്ങനെയോ അറിയട്ടെ? അതെങ്ങനെയാന്ന് അനാമിക്ക് അപ്പച്ചിക്ക് അറിയാം. ക്യാഷ് എവിടെയാ പോയെന്ന് നിങ്ങൾക്ക് അറിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും നവി പറയാണ്, ആദർശേട്ടാ ക്യാഷ് ഞാൻ കൊണ്ടുപോയി മുത്തച്ഛനെ ഏൽപ്പിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. കണ്ടില്ലേ, ക്യാഷ് നിങ്ങൾക്ക് തിരികെ കിട്ടിയില്ലേ? നയനയെല്ലാം കട്ടയെന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നവിയുടെ കബോർഡിൽ ആരാ കൊണ്ട് വെച്ചെന്നൊക്കെ അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്ന് പറയുമ്പോൾ മുത്തച്ഛയൊക്കെ അവർ ഒന്നും ഉണ്ടാവാത്ത അവസ്ഥയിൽ നിൽക്കാണ്. അനാമികയുടെ ആദർശ് ചോദിക്കാണ്, അല്ല വന്നു കേറിയിട്ട് ഒരു മാസമല്ലേ ആയുള്ളൂ, നിനക്ക് ഞാനോട് ഇത്രമാത്രം ദേഷ്യം എന്താ എന്ന് ചോദിക്കുന്നുണ്ട്. അവള് ഒന്നും മിണ്ടാതെ തലയും കുണിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, വേറൊന്നുമല്ല ആദർശേട്ടാ, നയന ഒന്ന് മറുപടി പറയത്തില്ലല്ലോ, മറുപടി പറയാതെ എല്ലാവരോടും ക്ഷമിച്ചു നിൽക്കുന്നോണ്ടാ തലേ കയറുന്നത്. എന്നോടങ്ങാണെന്ന് കാണിച്ചു നോക്ക്, ഒന്ന് പറഞ്ഞു നോക്ക്, അപ്പൊ അറിയാം അതിന്റെ കാര്യം എന്നൊക്കെ നവ്യ പറയുന്നുണ്ട്. ഒന്നും ഉണ്ടാകാൻ പറ്റാത്ത അവസ്ഥയിൽ നവ്യം അനാമിക നിന്നിട്ട് പതിയെ അവിടെ നിന്ന് എസ്കേപ്പ് ആകാൻ ശ്രമിക്കുകയാണ്. അനാമിക നിൽക്കുക എന്ന് പറയുന്നുണ്ട്. അനാമിക പോകുന്ന വഴിക്ക് അനാമിക തിരിഞ്ഞു നിൽക്കുകയാണ്. ഇതായിരിക്കും നിന്റെ ലാസ്റ്റ് വാണിംഗ്. ഇനി മേലെ നയനോട് എന്തെങ്കിലും ഞാൻ ഇമ്മാതിരി പെരുമാറ്റണമെങ്കിൽ പിന്നെ നിന്റെ അവസാനമായിരിക്കും എന്ന് ദേഷ്യപ്പെട്ട് പറയുമ്പോഴേക്കും എല്ലാവരും ഞെട്ടുന്നുണ്ട് കേട്ടോ. അനാമിക സഹിതം ഒന്ന് ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് പറയാണ്, അങ്ങനെ പോയാലെങ്ങനെ എന്റെ നയനയെ ഇത്രയും നേരം നിങ്ങൾ കള്ളീന്നും പറഞ്ഞ് ഇവിടെ നിർത്തിയേക്കില്ലായിരുന്നോ? അതുകൊണ്ട് നയനോട് സോറി പറ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ജലജയും അനാമികയും ഒന്നും ഞെട്ടിയുടെ മുഖത്തോടെ മുഖം നോക്കാണ്. എന്താ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? മര്യാദയ്ക്ക് എന്ന നയനോട് സോറി പറ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേരും നയനോട് സോറി പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങനെ നയനയും മുകളോട്ട് കയറി പോവാണ്. ആദർശും അവളുടെ പുറകെ പോകുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് മുത്തശ്ശിക്ക് നല്ല സന്തോഷമാകുന്നുണ്ട്. കാരണം അവൻ അവൾക്ക് വേണ്ടി സംസാരിച്ചല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെ മുകളിലേക്ക് കയറി പോയതിനു ശേഷം നയന ഓടി വന്ന് ആദർശിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്തിനാ ആദർശേട്ടാ ഇവർക്ക് എന്നോട് ഇത്രമാത്രം ദേഷ്യം എന്ന് ചോദിക്കുകയാണ്. ആദർശ് പറയുന്നുണ്ട്, അതിലൊന്നും കാര്യമില്ല, ഇപ്പൊ സത്യം തെളിയിച്ചല്ലോ, അതുപോലെ ഇനി ഞാൻ നിന്റെ കൂടെ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് കാണും. ആരെങ്കിലും നിന്നെ എന്തെങ്കിലും പറഞ്ഞാല് ഇനി അവർക്ക് ഞാൻ കൊടുത്തോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവിടെ നയന ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും എനിക്കിപ്പോ ഒരുപാട് സന്തോഷമായി. അവരങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും എന്റെ ആദർശേട്ടൻ വന്നല്ലോ എന്നെ രക്ഷിക്കാനും അതുപോലെ തന്നെ എനിക്ക് സപ്പോർട്ട് ചെയ്യാനും, അത് മാത്രം മതി എനിക്ക് എന്നൊക്കെ പറഞ്ഞ് നയന അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ.